ഭൂമിയുടെ ഭാവിയെ സംബന്ധിച്ച ചില നടുക്കുന്ന മുന്നറിയിപ്പുകൾ നേച്ചർ ജേണൽ പുറത്തുവിടുന്നു. മാതൃകകൾ പ്രവചിച്ചതിലും വളരെ നേരത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങൾ ഭൂമിയെ ബാധിക്കുമെന്ന് പുതിയ റിപ്പോർട്ട് പറയുന്നു. ഗ്രീൻലാൻഡ് തടത്തിലെ മഞ്ഞുപാളികൾ നേർത്ത് കടലിലേക്ക് വെള്ളമായി കൂടിയ അളവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാരണത്താൽ ആഗോള സമുദ്രനിരപ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയരുമെന്നാണ് പുതിയ കണ്ടെത്തൽ. ഗ്രീൻലാൻഡിലെ ഏറ്റവും വലിയ തടം ഉരുകുന്നത് 2100 ആകുന്നതോടെ ആഗോള സമുദ്രനിരപ്പ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർത്തും. നിലവിൽ കാലാവസ്ഥാ മാതൃകകൾ പ്രവചിച്ചതിലും 6 ഇരട്ടി വരെ ജലം കൂടുതലായി സമുദ്രത്തിലെത്താം. നോർത്ത് ഈസ്റ്റേൺ ഗ്രീൻലാൻഡ് ഐസ് സ്ട്രീം ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ സമുദ്രനിരപ്പിൽ 1/2 ഇഞ്ചോ അതിലോ കൂടുതലോ ജലം എത്തിക്കുമെന്നാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് ഐസ് സ്ട്രീം ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കടലിൽ എത്തിച്ച ജലത്തിൻ്റെ അളവ് കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികൾ മൊത്തത്തിൽ ഉരുകിയതിന് തുല്യമാണ്. ലോകമെമ്പാടുമുള്ള തീരദേശ നഗരങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതാണ് ജലനിരപ്പിൽ വരുന്ന മാറ്റം. കഴിഞ്ഞ ദശകത്തിൽ ഗ്രീൻലാൻഡിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച GPS ഡേറ്റയുമായി സാറ്റലൈറ്റ് ഡേറ്റയും സംഖ്യാ മോഡലിംഗും സംയോജിപ്പിച്ചാണ് ഗവേഷകർ പുതിയ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. സമുദ്രാന്തർഭാഗത്തെ ഉഷ്ണജല പ്രവാഹങ്ങൾ വർദ്ധിച്ചതും മഞ്ഞുരുക്കലിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഫലത്തിൽ ലോകമെമ്പാടും സമുദ്ര തീരങ്ങളോട് ചേർന്നുള്ള നഗരങ്ങളും ജനപഥങ്ങളും വരുന്ന 1/4 നൂറ്റാണ്ടിനുള്ളിൽ ജലത്തിനടിയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന് എത്രയും പെട്ടെന്ന് തടയിട്ടില്ലെങ്കിൽ ലോകം മുങ്ങി മരിക്കും എന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത്.